ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ്, നമസ്കാരം. ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നത് നമ്മുടെ സത്യൻ സാറിനെ കുറിച്ച് രണ്ട് വാക്ക് പറയുവാനാണ്. സത്യൻ സാറ് നമ്മെ വിട്ട് പിരിഞ്ഞിട്ട് ഇന്നേക്ക് ഏതാണ്ട് 54 വർഷത്തോളമാകുന്നു. 71 അദ്ദേഹം മരിക്കുന്നത്. ഏതാണ്ട് മലയാള സിനിമയ്ക്ക് ഒട്ടനവധി കഥാപാത്രങ്ങളാണ് മലയാളികൾക്ക് അദ്ദേഹം സമ്മാനിച്ചത്. അത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാവുന്നതുമാണ്. കൂടാതെ നമ്മുടെ മലയാളത്തിലെ ആദ്യ കളർ ചിത്രം എന്ന് പറഞ്ഞാൽ ചെമ്മീനാണ്. അതാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. അന്നത്തെ ആ ചെമ്മീൻ എന്ന സിനിമ എക്കാലത്തും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു വലിയ സിനിമയായിരുന്നു. കളർ സിനിമ എന്നുള്ള ഗണത്തിൽ മാത്രമല്ല, ആ സിനിമയിലെ രംഗങ്ങൾ, ചിത്രീകരിച്ചിരിക്കുന്ന രീതികൾ, കടല്, അതുപോലെ തന്നെ ഷീല ചേച്ചിയുടെ അഭിനയം, അങ്ങനെയുള്ള ഒട്ടനവധി ഒരുപാട് കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അതായത് നമുക്ക് പറയാൻ പറ്റാത്തതിലും അപ്പുറം ആ സിനിമയ്ക്ക് അതിൻ്റെ അധ്വാനമുണ്ട്. ആ സിനിമ അതനുസരിച്ച് തന്നെയാണ് ആ സിനിമ വിജയിച്ചിരിക്കുന്നതും. കളർ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ അതുവരെ കണ്ടുകൊണ്ടിരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിരുന്നു. അന്ന് ടി വി കാണാനും അല്ല തിയേറ്ററിൽ ചെന്ന് കാണാനും പറ്റുന്ന ഒരു വലിയൊരു സിനിമയായിരുന്നു ചെമ്മീൻ. ചെമ്മീനിൽ സത്യൻ്റെ അഭിനയം എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന രംഗങ്ങൾ, ആ വള്ളം തുഴയുന്നതാകട്ടെ, ആ മീന് ഇദ്ദേഹത്തിനെ കൊല്ലാനായിട്ട് ചൂണ്ടയിൽ നിന്ന് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന രംഗമാകട്ടെ, അതൊക്കെ അന്നത്തെ കാലത്ത് അവർ ചിത്രീകരിക്കണം എന്തുമാത്രം പാടുപെട്ടിട്ടായിരിക്കണം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഇന്നാണെങ്കിൽ ടെക്നോളജി മാറിയപ്പോൾ ഇന്ന് ഏത് രീതിയിലും സിനിമ എടുക്കാമെന്നുള്ള രീതിയിലായി. അതേസമയം അന്നത്തെ കാലത്ത് ഈ സിനിമയൊക്കെ എടുക്കണമെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പം ചെമ്മീൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സിനിമ ടി വിയിലും കാണാറുണ്ടല്ലോ. അതിൻ്റെ പാട്ടുകളാകട്ടെ ഇന്നും അത് വൈറലായിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത്. അതായത് അന്നത്തെ പോലെ തന്നെയാണ് ആ പാട്ടുകൾ ഇന്നും ആൾക്കാരുടെ ശ്രദ്ധയിൽ ഉണ്ട്. എപ്പോഴും തന്നെ കേൾക്കുന്ന ഒരു പാട്ടും കൂടെയാണ്. ഷീല ചേച്ചിയാണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു ചടങ്ങിന് പങ്കെടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നതും ചെമ്മീനിനെ കുറിച്ച് തന്നെയാണ്. ചെമ്മീൻ സിനിമയെക്കുറിച്ച് മാത്രമേ അവിടുത്തെ ചോദിക്കാറുമുള്ളൂ. അത് നമുക്ക് കണ്ടമാനം അറിയാം. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ഷീല ചേച്ചി പറയാറുമുണ്ടല്ലോ. പല കാര്യങ്ങളും ഷീല ചേച്ചി പറയാറുണ്ട്. ആ പഴയ കാലത്തെ സിനിമയെക്കുറിച്ച് നമ്മളെപ്പോഴും ഷീല ചേച്ചിയെ കാണുന്ന സമയം നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളടുത്ത് പറയുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഞാൻ ആ ഷീല ചേച്ചിയുടെ ആ ഒരു കഥാപാത്രം മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് എൻ്റെ സിനിമയിലും ഒരു നല്ല കഥ ഓക്കെ എന്നുള്ള സിനിമയിലും ഷീല ചേച്ചിക്ക് അഭിനയിക്കാനൊരു അവസരം ഞാൻ നൽകിയത്. അതായത് ഷീല ചേച്ചിയെ പോലെ ഒരു മഹാനടീനെ നമ്മുടെ സിനിമയിൽ കൊണ്ടുവന്നത് ഞാൻ മഹാഭാഗ്യമായിട്ടാണ് കാണുന്നത്. അതായത് ഷീല ചേച്ചിയെ പോലെയുള്ള ഒരാളെ നമുക്ക് അഭിനയിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അവരെ പോലെ അത്രയും വലിയ ഒരു നടി, അതായത് നമുക്ക് വേണമെങ്കിൽ ലോകത്ത് നിലവാരം വെച്ച് നോക്കിയാൽ പോലും 1ാം സ്ഥാനത്ത് നിൽക്കേണ്ട ആളാണ് ഷീല ചേച്ചി. ഷീല ചേച്ചി ഒരിക്കൽ പോലും നമുക്ക് മാറ്റി നിർത്തുവാൻ പറ്റുന്നതല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രമുണ്ട്. അവർക്ക് ഏതൊരു കഥാപാത്രം കൊടുത്താലും അവരുടെ ജീവന് തുല്യം സ്നേഹിച്ചാണ് ആ കഥാപാത്രത്തിലേക്ക് അവർ ലയിക്കുന്നത്. അതായത് ഞാൻ എൻ്റെ സിനിമയിൽ ഒരു പ്രൊഡ്യൂസറിൻ്റെ റോളാണ് അവർക്ക് കൊടുത്തത്. അപ്പം ആ പ്രൊഡ്യൂസറിൻ്റെ റോള് അവർ വളരെ ഭംഗിയായിട്ടാണ്, അത് നമ്മൾ വിചാരിച്ചാലും അപ്പുറത്താണ് അവർ അതിൽ അഭിനയിച്ചു വെച്ചിരിക്കണത്. അതായത് ഷീല ചേച്ചിയുടെ ആ അഭിനയം നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. അതായത് അത്രയും ഇപ്പം ഏതാണ്ട് ഷീല ചേച്ചി എനിക്ക് തോന്നുന്നു സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് ഒരു 60-70 വർഷത്തോളം ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 60 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. അപ്പം അത്രയും കാലത്തെ അഭിനയം എന്ന് പറയുന്നത് ഒരു വലിയൊരു ഇത് തന്നെ. അതായത് ആരെക്കൊണ്ടും സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഷീല ചേച്ചിയെ കൊണ്ട് പറ്റുന്നത്. അപ്പോൾ അവർ അത്രമാത്രം അഭിനയിച്ചു. അതുപോലെ തന്നെയാണ് ചെമ്മീനിലെ കാര്യങ്ങൾ നമ്മൾ എടുത്തെടുത്ത് പറയുന്നതിൻ്റെ കാര്യം. ആ ചെമ്മീനിലെ ആ അന്നത്തെ കാലത്തെ അഭിനയം അതൊരു വലിയൊരു അഭിനയം തന്നെയാണ്. എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്യാമറ പോലും അന്നത്തെ ആ ക്യാമറ വെച്ചിരിക്കുന്നത് ഇന്നും നമുക്ക് വിചാരിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് അന്നത്തെ ക്യാമറ ചെയ്തിരിക്കുന്നത് ആ സിനിമയുടെ.
അപ്പം അതിനെ ആ മാനസമൈന്യ എന്നുള്ള പാട്ട് ഒക്കെ നമ്മൾ നല്ല രീതിയിലാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് മധുസാറിനെ കുറിച്ചാണെങ്കിൽ പോലും ആ മധുസാർ ആ പാട്ടിൽ എന്ത് നല്ല രീതിയിലായിട്ടാണ് ഒരു മുതലാളി എന്നുള്ള രീതിയിലാണല്ലോ അതിൻ്റെ അഭിനയം വന്നിരിക്കുന്നത്. കൊച്ചു മുതലാളി എന്ന് വിളിച്ചും കൊണ്ടാണല്ലോ ഷീല ചേച്ചി അവരെ അതിസംബോധന പോലും ചെയ്യുന്നത്. അപ്പം അന്നത്തെ കാലത്തെ ആ സിനിമ ഇപ്പോഴും മധുസാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. അപ്പം മധുസാറും ഷീല ചേച്ചിയാണ് ആ സിനിമയിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രം എന്ന് പറയാനാണെങ്കിൽ അന്നത്തെ ആ പ്രായത്തിന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ. ഒരുപാട് പേര് ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ പോലും ഞാൻ പറഞ്ഞു സത്യസാർ മാത്രമേ അതിനകത്ത് മെയിൻ കഥാപാത്രമായിട്ട് മരിച്ചിട്ടുള്ളൂ. അപ്പം ആ സിനിമയിൽ നിന്ന് നമുക്ക് ഒരു ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യസാറിന് നമുക്കൊരു വേർപാട് ഇപ്പോഴും താങ്ങാൻ പറ്റുന്നതിലപ്പുറമാണ്. എന്ന് പറഞ്ഞാൽ പലരും പറഞ്ഞിട്ടുണ്ട് സത്യസാറിൻ്റെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനയം. അതായത് ഒരു കഥ പറയുമ്പോൾ തന്നെ ആ കഥയുമായിട്ട് അദ്ദേഹം ലയിച്ചു ചേരുമെന്നാണ് പറയുന്നത്. എന്നാലും നമ്മൾ അദ്ദേഹത്തിനെ ഇപ്പോഴും നമ്മൾ ഓർക്കുന്നു, കേരള സമൂഹം തന്നെ ഓർക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ നിത്യം പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ്